അങ്ങനെ നമ്മൾ ചാനലിൽ പുതിയ വീഡിയോ സ്വാതന്ത്ര്യം നമ്മൾ യു പി ബായിൻ്റെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിക്കാണ്ട് മുട്ടയിൽ മാവിലിട്ട് പൊരിച്ചാണ്ടുള്ള ഒരു വിഭവം കേട്ടോ. നമ്മൾ എല്ലാ വീഡിയോസും നമ്മുടെ ബായിൻ്റെ ഓരോ ഐറ്റംസുകളാണ് ഇങ്ങനെ ചേർക്കൽ. ഇത് മാവ് റെഡിയാക്കിയത്, അത് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചത്, ഇത് ഉള്ളിവടക്കുള്ള ഇത് കോഴിമുട്ട പുഴുങ്ങി വെച്ചത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഇൻഷാല്ല കിട്ടിക്കാഴ്ച വീഡിയോ ഒക്കെ ഇങ്ങനെ നമ്മുടെ ഓരോ ചാനൽ ഇങ്ങനെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് ഇൻഷാല്ല. അപ്പോൾ നമ്മളിത് ബായി ചെയ്ത ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതിന് ശേഷം പിന്നെ മസാല ഇട്ടുകാണ്ട് വാട്ടിയാണ്. പിന്നെ ഇതിൽ കോഴിമുട്ട മുറിച്ചതിന് ശേഷം നമുക്ക് അതിനെ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊരിച്ചതെന്ന് പറഞ്ഞാൽ അതിങ്ങനെ വാട്ടിയാണ്, എണ്ണയിലിട്ട് വാട്ടിയാണ്. ഇത് നമ്മുടെ ഉണ്ണിയപ്പം അങ്ങനെ മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കോഴിമുട്ട പകുതി മുറിച്ചുകാണ്ട് നമ്മൾ പിന്നെ ഉരുളക്കിഴങ്ങ് വാട്ടി ഇതിൽ ഒന്ന് അപ്ലൈ ചെയ്യും കേട്ടോ. അതിങ്ങനെ ഒരു സൈഡ് കോഴിമുട്ടി, ഒരു സൈഡ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കേട്ടോ. അപ്പോൾ നമ്മൾ പൊരിക്കണിക്കുള്ളത് അത് പത്തായിസ്, അതായത് യു പിക്കാർക്ക് ഏറ്റവും ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഗീതമാണ്, അതായത് ഉരുളക്കിഴങ്ങ് പുഴുങ്ങി കേട്ടോ. പുഴുങ്ങിക്കാണ്ട് പൊരിക്കുന്നത് അത് അവർ മസ്റ്റ്. അതായത് എങ്ങനത്തെ ഒരു നോമ്പും തന്നെ അത് ഉരുളക്കിഴങ്ങ് പൊരിച്ചാത്തൊരു നോമ്പ് അവർ കടന്നു പോയിട്ടില്ല എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് യു പിക്കാർ, പ്രത്യേകിച്ച് ഇവനൊക്കെ ഉരുളക്കിഴങ്ങ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട എനിക്ക്. അങ്ങനെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അടുത്ത് നമ്മളിതാ കോഴിമുട്ട റെഡിയാക്കി, കോഴിമുട്ട ഉരുളക്കിഴങ്ങിന് അപ്ലൈ ചെയ്തതിന് ശേഷം മാവിൽ മുക്കിയാണ്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഇതിക്ക് എണ്ണിക്കിട്ട് കേട്ടോ. ഇതൊക്കെ അവർ സ്പെഷ്യലാണ് ഇതൊക്കെ കേട്ടോ. യു പിക്കാരുടെ സ്പെഷ്യലാണ്. നമ്മുടെ നാട്ടിൽ കോഴിമുട്ട പിന്നെ പുഴുങ്ങിക്കാണ്ട് മറ്റേ മുട്ട ബജി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇത് ഉരുളക്കിഴങ്ങ് ഒരു സൈഡിൽ അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യണം ആദ്യമായിട്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുന്നവർക്കുണ്ടെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്താൽ മറക്കണ്ട. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഫുഡ് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റായിട്ട് അറിയിക്കുക. കമൻറ്റിലൂടെ എല്ലാവരും അറിയിക്കണം ഇൻഷാ അല്ലാഹ്. അത് ഓരോന്നായിട്ട് അയക്കിയിട്ടാണ് വേണം എണ്ണയ്ക്ക്. ഇനി ഏകദേശം 3 കോഴിമുട്ടും കൂടെ ഉള്ളൂ. മാവിൽ മുക്കി അതിൻ്റെ ബാക്കിയുള്ള മാവ് കൊണ്ട് വേണം നമുക്ക് ഉള്ളിയോടെ പൊരിക്കാൻ. ബാക്കി ഇഷ്ടംപോലെ മാവ് ബാക്കിയുണ്ടല്ലോ ഇവിടെ, ഉള്ളിയോടെ പൊരിക്കാൻ. ഇത് കഴിഞ്ഞിട്ട് വേണം. അപ്പോൾ അത് ഓരോന്നോരോന്നിനും മറിച്ചിട്ടുണ്ട് വേണേ ബായി. നല്ല എണ്ണ വേണം. എണ്ണ ഇല്ലാതൊരു പരിപാടിയില്ല. നമ്മളൊക്കെ ഉപയോഗിക്കാൻ ചെറിയ എണ്ണയിൽ ഉപയോഗിക്കുള്ളൂ, കുറച്ച് എണ്ണയിൽ കേട്ടോ. ഇവർ നല്ല എണ്ണ നല്ല മുങ്ങി കിടക്കണ പേർക്ക്. എന്നാൽ അവൻ്റെ ദിവസമാണ്. അപ്പോൾ ഇത് നോമ്പ് അതിൻ്റെ ശേഷമൊക്കെ അവൻ്റെ വിഭവത്തിലൂടെ വിഭവങ്ങളിലൂടെ നമ്മൾ നോമ്പറന്ന് പോകണം കേട്ടോ. സമൂസ ഉണ്ട്, ചിക്കൻ സമൂസ ഉണ്ട്, ചിക്കൻ ഇടിച്ച സമൂസ ഉണ്ട്, അങ്ങനെ ഓരോരോ ഐറ്റംസുകളാണ്. പിന്നെ അതുപോലെ ഇത് നമ്മൾ ബത്തക്ക നമ്മൾ രാകേഷേട്ടൻ്റെ കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ആദ്യമായി കാണും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ടത്. ഉള്ളിവടക്കിലെ മാവ് റെഡിയാണ്. അപ്പോൾ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ ബൈ, മാസ്സലാമ.